ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. മരുഭൂമിയുടെ അനുഭവത്തിൽ നാം ചിന്തിച്ചു വന്ന അനേകം കാര്യങ്ങളുണ്ടല്ലോ. അത് ഇപ്പോൾ ഓരോന്നെടുത്ത് ഞാൻ പറയുന്നില്ല. എന്നാൽ ഇന്ന് 12ാമത്തെ അനുഭവം പറയുകയാണ്. മരുഭൂമിയുടെ 12ാമത്തെ അനുഭവം നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 33-34 വാക്യങ്ങൾ വായിക്കാം. അനന്തരം അവർ യഹോവയുടെ പർവ്വതം വിട്ട് 3 ദിവസത്തെ വഴി പോയി. യഹോവയുടെ നിയമപെട്ടകം അവർക്ക് വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുമ്പോട്ട് പോയി. പാളയം പുറപ്പെട്ടപ്പോൾ യഹോവയുടെ മേഘം പകൽ സമയം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ നിയമപെട്ടകം 3 ദിവസം പോയി കഴിഞ്ഞു. ഈ നിയമപെട്ടകം പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസാണ്, നടത്തിപ്പാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഈ മരുഭൂമിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് കിട്ടും, നടത്തിപ്പ് കിട്ടും. നടത്തിപ്പ്, ഗൈഡൻസ് എങ്ങനെ കിട്ടും? വിശ്വാസത്താൽ കിട്ടും. നമ്മുടെ ജീവിതം സമ്പൂർണ്ണമായി കർത്താവിന് സമർപ്പിച്ച് കഴിയുമ്പോൾ, മുഴുവനായി കർത്താവിന് കൊടുത്തു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്താൻ തുടങ്ങും, നമ്മെ നയിക്കാൻ തുടങ്ങും. 32-ാം സങ്കീർത്തനത്തിലാണ്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. സത്യം. ഇത് നമുക്ക് വിശ്വസിക്കാം, ധൈര്യമായി വിശ്വസിക്കാം. നിങ്ങൾ ഹൃദയശുദ്ധിയോടെ സകല പാപത്തെയും വെറുത്തുപേക്ഷിച്ചിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ ആശ്രയിച്ച് ഒരു പുതിയ മനുഷ്യനായി തീർന്നു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങൾ നടത്തുന്നത് നിങ്ങൾക്ക് തന്നെ നേരിട്ട് അനുഭവിക്കാം. ഭാരതഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു ഭക്തനായ ഒരു മനുഷ്യനാണ് ഭക്തസിംഗ്. അദ്ദേഹം ഹൈന്ദവനായിരുന്നു. അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി ബാറിലോ ഈ വക്കീലാകാനുള്ളതൊക്കെ പഠിച്ചു. വളരെ ഉന്നതകുല ജാതനാണ്. വളരെ ബുദ്ധിമാനായൊരു മനുഷ്യനാണ്. അദ്ദേഹം പുസ്തകങ്ങൾ പലതും ഞാൻ വായിച്ചിട്ടുണ്ട്. കിട്ടാവുന്ന പുസ്തകം ഞാൻ സമ്പാദിച്ച് വെച്ചിട്ടുമുണ്ട്. വളരെ മനോഹരമായ ആശയങ്ങൾ കർത്താവിൻ്റെ കൃപയാൽ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു ഭാഗത്ത് മനോഹരമായൊരു സംഭവം ഞാൻ വായിച്ചു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവാത്മ പറഞ്ഞു, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റു. മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു. മുൻകൂട്ടി എല്ലാം പറയില്ല, മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു. അദ്ദേഹം മുന്നോട്ട് എഴുന്നേറ്റ് പോയി. നേരെ റോഡിൽ നടക്കാൻ പറഞ്ഞു. നടന്നു. കുറച്ച് ചെന്നപ്പോൾ ആത്മാവ് പറയുകയാണ്, വലത്തോട്ട് തിരിഞ്ഞ് നടക്കാൻ പറഞ്ഞു. അപ്പോൾ വലത്ത് വശത്തേക്ക് ഒരു ചെറിയ ഇടവഴിയുണ്ട്. കുറച്ച് ചെല്ലുമ്പോൾ പിന്നെയും 2 വഴിയായിട്ട് തിരിയുക. ഇവിടെ ഇടത്തോട്ട് പോകാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് തൊട്ട് ദൈവം പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുപോയി. നേരെ ചെന്ന് ഒരു വീട്ടിൽ ചെന്നു. അവിടെ വളരെ യാതനയിലും വേദനയിലും കഴിയുന്ന ഒരു കുടുംബമായിരുന്നത്. അവർക്ക് ആശ്വാസമാക്കി കൊടുക്കാൻ കർത്താവ് എന്തെങ്കിലും കൃപ കൊടുത്തു. അവർ അന്ന് രക്ഷ അനുഭവിച്ചു. നോക്കൂ, ദൈവാത്മാവ് നടത്തിക്കൊണ്ടുപോയി. ഏതെല്ലാം വഴിക്ക് പോകണോ അപ്പോഴപ്പോൾ ദൈവാത്മാവ് നടത്തും. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് അനുഭവിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഈ ഭാഗ്യം ആത്മാവ് നടത്തുന്നതായ കാര്യം, ദൈവാത്മാവ് തൊട്ടുകൊണ്ട് നടത്തുന്നത് നിങ്ങൾ അനുഭവിക്കണം. ഇപ്പോൾ നിങ്ങൾക്കിതിപ്പോൾ പലർക്കും ഇത് സാധ്യമാണോ എന്നൊക്കെ ചിന്ത വരികയായിരിക്കും. അതൊക്കെ സാധിക്കുമോ? ആരെയും കൊണ്ട് സാധിക്കും? ഞാൻ അത്രയും വലിയ പരിശുദ്ധനൊന്നും അല്ലല്ലോ. പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിശ്വസിക്കൂ, നമുക്ക് 2 തട്ടില്ല. ഒന്നുകിൽ ക്രിസ്തുവിൻ്റെ കൂടെ അല്ലെങ്കിൽ പിശാചിൻ്റെ കൂടെ. ക്രിസ്തുവിൻ്റെ കൂടെയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് അവകാശമാണ്, ഉറപ്പാക്കണം. ക്രിസ്തുവിൻ്റെ കൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇതെല്ലാം നമ്മുടെ അവകാശമാണ്. ദൈവം നടത്തും. പരിശുദ്ധന്മാർ നയിക്കും. ഇസ്രായേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന ജനത്തിന് വഴിയൊരുക്കി കൊടുത്തു. അവർക്ക് ചെങ്കടൽ പടർന്നു കൊടുത്തു. മരുഭൂമിയിൽ കൂടി അവർ നടത്തി. അവർക്ക് മീതെ മേഘം ഉണ്ടായിരുന്നു. ആ മേഘം അവർക്ക് മീതെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ 3 ദിവസം വഴി അപ്പുറത്തേക്ക് മുൻകൂട്ടി അവിടെ ആ നിയമപ്പെട്ടകം പോയി. അവർക്ക് വഴിയൊരുക്കേണ്ടതിന് 3 ദിവസത്തെ വഴി ദൂരം നിയമപ്പെട്ടകം മുന്നേ പോയി. നിയമപ്പെട്ടകം ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, നമുക്ക് വേണ്ടി 3 ദിവസമല്ല, അനേക ദിവസങ്ങൾ മുന്നേ ദൈവമെല്ലാം ഒരുക്കിയിരിക്കുന്നു. സ്തോത്രം. എനിക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊരു വലിയ അനുഭവമാണ്. ദൈവം തരുന്നൊരു അനുഭവമാണ്. ദൈവം നമ്മെ മുൻകൂട്ടി ഓരോന്ന് കണ്ട് നടത്തുകയാണ്. നാം അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു. എനിക്ക് അനേക അനുഭവങ്ങളുണ്ട്. ഞാൻ അന്നൊന്നും ഇതുപോലെ എനിക്ക് ആത്മീയമായ വേദപുസ്തകം നിശ്ചയമില്ല. കേവലം 17 വയസ്സ് കഴിഞ്ഞുള്ളൂ, 18 വയസ്സ് ആകുന്നേ ഉള്ളൂ. അന്ന് വടവൂർ ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ മത്തായി സാറ്
ഞാൻ വീട്ടിലേക്ക് ആളയച്ചു. ഞാൻ അവിടെ 10ാം ക്ലാസ് 8, 9, 10 അവിടെയാണ് പഠിച്ചത്. മത്തായി സാർ ഇവിടെ ഈ നാട്ടുകാരനാണല്ലോ, കരിങ്ങാസർ പള്ളി ഇടവകയുള്ള ആളാണല്ലോ. അനുഗ്രഹീതനായ ഒരു ധന്യാത്മാവാണ് അദ്ദേഹം. എന്നെ സഹായിക്കാൻ ദൈവം ഉപയോഗിച്ച ഒരു അനുഗ്രഹീതനായ വ്യക്തിയാണ് മത്തായി സാറ്. ഞാൻ സ്കൂളിൽ ചെന്നു. സാർ പറഞ്ഞു, അവിടെ TTC ഉണ്ടല്ലോ, നീ TTC പഠിക്കുമെന്ന് പറഞ്ഞു. അതിന് പിന്നിൽ ദൈവമാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ദൈവത്തിൻ്റെ ആലോചനയാണ് അറിഞ്ഞില്ല. TTC പഠിക്കാൻ പഠിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ TTC പഠിച്ചാൽ എനിക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റില്ലല്ലോ, വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ, അല്പസ്വല്പം കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ നോക്കാൻ ആളില്ലല്ലോ. അല്ല, നീ അപേക്ഷിക്കുക, എന്നിട്ട് ജോലിക്ക് പോകണമെങ്കിൽ വേണ്ട. നോക്കൂ, ആ ദൈവമനുഷ്യനിൽ കൂടി കിട്ടിയ വാക്കുകൾ. നിനക്ക് ജോലിക്ക് പോകണമെങ്കിൽ വേണ്ട, നീ അപേക്ഷ കൊടുക്കുക. സാറ് തന്നെ അപേക്ഷ എഴുതി, സാറ് തന്നെ ഒരു കവറിലിട്ട് അപേക്ഷ എന്നെ കൊണ്ട് ഒപ്പിടിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അയച്ചു. 10ാം ക്ലാസ്സിൽ നല്ല മാർക്കുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഫസ്റ്റ് നമ്പറായിട്ട് തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഞാൻ മടിക്കുകയാണ്, എനിക്ക് ജോലിക്ക് പോകാൻ സാധ്യതയില്ല. ഒരു ഉദ്യോഗ ജീവിതം എന്നുള്ളത് എനിക്ക് ചിന്താ വിഷയമല്ല. കാരണം അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ, പിന്നെ കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേലക്കാരുണ്ട്, എന്നാലൊക്കെ മാനേജ് ചെയ്യാൻ ആൾ വേണമല്ലോ. അങ്ങനെയാണ് ഞാൻ വേണ്ട എന്ന് വിചാരിച്ചത്. സാറ് നിർബന്ധിച്ചു, ഞാൻ ചേർന്നു. TTCയിൽ ചേർന്നു. 1 കൊല്ലം പഠിച്ചു. അത് TTC അന്ന് 1 വർഷമേ ഉള്ളൂ. TTC റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ സാർ എന്നെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തു. അവിടുത്തെ ജൂനിയർ മോസ്റ്റ് അധ്യാപകൻ, 18 വയസ്സേ ഉള്ളൂ, ജൂനിയർ മോസ്റ്റായിട്ട്. ഞാൻ വന്ന് പറഞ്ഞു, സാറേ ഞാൻ ജോയിൻ ചെയ്താൽ എനിക്ക് തുടരാൻ പറ്റുമോ? നീ ഒരു കാര്യം ചെയ്യേ, നീ പഠിപ്പിച്ച് തുടങ്ങുക, അത്യാവശ്യം വരുമ്പോൾ വേണ്ടെന്ന് വെച്ചാൽ വേണ്ടെന്ന് വയ്ക്കാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആരാണ് ഇത് പിന്നിൽ നിർബന്ധിച്ചത്? ഇന്ന് ഞാൻ ഓർക്കുകയാണ്, അത്ഭുതം, ആരാണ് നിർബന്ധിച്ചത്? പഠിപ്പിച്ച് തുടങ്ങിയപ്പോൾ എനിക്കതിൽ രസമായി. സ്റ്റുഡൻസിനെ അവരുടെ സ്നേഹവും അവരുടെ ആ ബഹുമാനവും അതുപോലുള്ള കാര്യമായിട്ട് വലിയൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. അന്ന് കൊച്ചുകുട്ടികളല്ലേ, അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പായിരുന്നു. നല്ല സ്നേഹം കിട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് പഠിപ്പിക്കാൻ ഉത്സാഹം വർദ്ധിച്ചുകൊണ്ടിരുന്നു. മിഡിൽ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് 5, 6, 7 ക്ലാസ്സിലേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ, കാരണം എനിക്ക് 10ാം ക്ലാസ്സല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു അവസരത്തിൽ സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് ഈ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റും. നിനക്കതിന് ഡിഗ്രി ഇല്ലല്ലോ, നീക്ക് ഈ 10ാം ക്ലാസ്സല്ലേ ഉള്ളൂ, നിനക്ക് അവിടെ ഹൈസ്കൂളിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്? നിനക്ക് പഠിപ്പിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയാം, നിനക്ക് സ്റ്റാൻഡേർഡ് ഉണ്ട്, പക്ഷേ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ ഒരു ചിന്തയായി, എന്നാൽ ഡിഗ്രി എടുക്കണം. അവിടെ ഇരുന്ന് പ്രൈവറ്റായിട്ട് പഠിച്ചു, ഡിഗ്രി എടുത്തു, ഹൈസ്കൂളിൽ പഠിപ്പിച്ചു. അപ്പോഴാണ് ചിന്ത വരുന്നത്, എന്നാൽ ഇതുകൊണ്ടൊന്നും പോരാ, എനിക്ക് കോളേജിൽ പഠിപ്പിക്കണം. അങ്ങനെയാണ് MA ഡിഗ്രി എടുത്തത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളുടെ അത്ഭുതം തുടങ്ങുന്നത് ദൈവികമായൊരു നടത്തിപ്പായിരുന്നു. ആ ആദരണീയനായ മത്തായി സാറിൻ്റെ, ആ ഹെഡ് മാസ്റ്ററുടെ സ്നേഹത്തിൽ കൂടി ദൈവം എന്നെ വശീകരിച്ച് എന്നെ പയ്യെ നടത്തി. ഞാൻ അറിഞ്ഞല്ല നടന്നത്, അറിഞ്ഞല്ല പോയത്. പിന്നിൽ നിന്ന് ശക്തിയോടെ തള്ളുന്നൊരു കരമുണ്ടായിരുന്നു, ക്രിസ്തുവിൻ്റെ കരം. എന്നെ താങ്ങി നടത്തുകയായിരുന്നു. നിങ്ങൾക്ക് ചിന്തിച്ചാൽ കാണാം, ഇതുപോലെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. അനുഭവങ്ങളുണ്ട്, നിങ്ങളറിയുന്നില്ല. നിത്യനായ ദൈവത്തിൻ്റെ നിത്യോജ്വല സ്നേഹമാണ് നിങ്ങളെ നയിച്ചുകൊണ്ട് വന്നത്. നിങ്ങളെ പലരും അറിയുന്നില്ല. നിത്യനായ ദൈവം നിങ്ങളെ കണ്ടുകൊണ്ടിരുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നിങ്ങളെ കണ്ടു. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ പേർ ചൊല്ലി വിളിച്ചു. ആ നിത്യനായ ദൈവം, ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി എല്ലാം കരുതി ഇതുവരെയും കൊണ്ടുവന്നു. നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതം തോന്നും, ഞാൻ ഇവിടെ വരെ വന്നത് എങ്ങനെയാണ്? സ്തോത്രം. ഞാൻ ഇവിടെ വരെ എത്തിയത് എങ്ങനെയാണ്? പ്രിയപ്പെട്ടവരെ, ഒരു കരം നമ്മുടെ തള്ളി കൊണ്ടുവന്നു. ഒരു നിത്യമായ സ്നേഹത്തിൻ്റെ കരം. സ്നേഹം എന്ന് പറഞ്ഞൊരു കരം നമ്മെ തള്ളി ഇവിടെ വരെയും കൊണ്ടുവന്നു, ഇന്നുവരെയും കൊണ്ടുവന്നു. എനിക്ക് ഭാഗ്യവശാൽ നല്ല ഉറപ്പായിരുന്നു. കാരണം 17ാമത്തെ വയസ്സിൽ ജീവിതം കർത്താവിന് സമർപ്പിച്ചതാണ്. കർത്താവിൻ്റെ സ്നേഹമാണ് എന്നെ നയിച്ചുകൊണ്ട് വന്നത്, എനിക്കറിയാം. പക്ഷേ എന്നാലും അതിന് ദൈവം ഒരാളെ ഉപയോഗിച്ചു. എനിക്ക് വിദ്യാഭ്യാസം കിട്ടുവാനും ഉയർന്ന തലത്തിലേക്ക് നീങ്ങുവാനും ദൈവം ഉപയോഗിച്ചു. ദൈവത്തിന് സ്തോത്രം. എല്ലാം ദൈവികമായ നടത്തിപ്പായിരുന്നു. ദൈവിക നടത്തിപ്പ്, ഡിവൈൻ ഗൈഡൻസ്, അത് നമുക്ക് ലഭിക്കും, വേണമെങ്കിൽ ലഭിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങനെയൊന്ന് ഈ ഭൂമിയിൽ വെച്ച് സാധിക്കുമെങ്കിൽ, ഒരാൾക്ക് ദൈവിക നടത്തിപ്പ് ലഭിക്കുമെങ്കിൽ അതെനിക്ക് വേണം. നിൻ്റെ നടത്തിപ്പ് എനിക്ക് വേണം, നിൻ്റെ ഗൈഡൻസ് എനിക്ക് വേണം. നീ എന്നെ നേർവഴിയിൽ കൂടെ നടത്തണം, നിൻ്റെ ആലോചന പ്രകാരം നടത്തണം. നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ദൈവത്തിൻ്റെ ആലോചനയാൽ ദൈവം നമ്മൾ നടത്തും. ദൈവിക ആലോചനകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും.
73 സങ്കീർത്തനത്തിലാണത്. നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ദൈവീക ആലോചനകൾ നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കാത്ത വഴിയിൽ കൂടിയല്ല നിങ്ങൾ വന്നു. നിങ്ങൾ ഇന്ന് ഇവിടെ വചനം കേൾക്കാൻ വന്നു. ഇതിൻ്റെ പിന്നിൽ വലിയൊരു ദൈവസ്നേഹമുണ്ട്. നിങ്ങൾ തള്ളി തള്ളി കർത്താവ് കൊണ്ടുവരികയാണ്, പരിശുദ്ധാത്മാവ് കൊണ്ടുവരികയാണ്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് സ്നേഹമുള്ളതുകൊണ്ട്, നിങ്ങൾക്ക് ശോഭനമായ ഭാവി തരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല നാളെയിലേക്ക് നിങ്ങൾ നയിക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നതുകൊണ്ട് നിങ്ങളെ ഈ വചനത്തിന് മുമ്പിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. നിങ്ങൾ പ്രയാസങ്ങൾ കാണും, ആകുലങ്ങൾ കാണും, കഷ്ടപ്പാടുകൾ കാണും, ഞെരുക്കങ്ങൾ കാണും. എങ്കിലും ദൈവസ്നേഹമാണ് നിങ്ങൾ തള്ളി തള്ളി കൊണ്ടുവന്നത്. ആ ദൈവസ്നേഹം നിങ്ങളെ വിട്ടുപോകാതെ നിങ്ങളുടെ പിന്നാലെ നിൽക്കുകയാണ്. ഈവൻ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മാരേജ്, വിവാഹം, അതുപോലും ദൈവിക നടത്തിപ്പാണ്. ദൈവിക നടത്തിപ്പ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എനിക്കും അറിയാൻ വയ്യായിരുന്നു, പക്ഷേ എനിക്കറിയാം, ഇന്നറിയാം. ദൈവിക നടത്തിപ്പായിരുന്നു വിവാഹത്തിന് പിന്നിൽ ദൈവിക നടത്തിപ്പ് വ്യക്തമായിരുന്നു. എനിക്ക് തക്കതായൊരു തുണ വേണമെന്ന് കർത്താവ് കണ്ടു. എനിക്ക് തക്കതായി സ്നേഹമുള്ള ഒരു ഭാര്യ വേണമെന്ന് കർത്താവ് കണ്ടു. കർത്താവ് അതനുസരിച്ച് ക്രമീകരണങ്ങൾ ചെയ്തു. എന്തൊരത്ഭുതം! സാധാരണഗതിയിൽ, ഞാൻ തുറന്നു പറയുന്നത് ലജ്ജയില്ല, സാധാരണഗതിയിൽ ഞാൻ ആലീസിന് വിവാഹം കഴിക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ഞങ്ങളുടെ കുടുംബവും ആലീസിൻ്റെ കുടുംബവും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. ആ കുടുംബത്തിൽ എന്ന് വെച്ചാൽ നെച്ചിപ്പാടം കുടുംബങ്ങളിൽ ഏറ്റവും സമ്പൽ സമൃദ്ധിയുള്ള കുടുംബം, ഏറ്റവും പുരാതനമായ കുടുംബം പറയാമല്ലോ, ഏറ്റവും അഭിജാത്യമുള്ള കുടുംബം, സമ്പൽ സമൃദ്ധി, ഒന്നിനും കുറവില്ലാത്ത കുടുംബം. അവിടെ നിന്ന് ഒരു വിവാഹം കഴിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല. പക്ഷേ ദൈവം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് പിന്നീട് എനിക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ കരമാണെന്ന് പിന്നീട് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. യാതൊരു സാധ്യതയില്ലാത്തടുത്താണ് വിവാഹം നടന്നത്. അതുകൊണ്ട് ഭാഗ്യവശാൽ, ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു, ഭാഗ്യവശാൽ ദൈവത്തിന് സ്തോത്രം, ഇന്ന് ഞങ്ങൾ സമാധാനം അനുഭവിക്കുന്നു. ഞങ്ങളുടെ ഒരു സമാധാനം അനുഭവിക്കുന്നു, ഞങ്ങൾ കുഞ്ഞുങ്ങൾ സമാധാനം അനുഭവിക്കുന്നു. മാത്രമല്ല ആലീസിൻ്റെ വീട്ടുകാരും യേശു ക്രിസ്തുവിനെ കണ്ടെത്താനിടയായി. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഭാഗ്യം! ആ കുടുംബം യേശു ക്രിസ്തുവിനെ കണ്ടെത്താനിടയായി. അവിടെയുള്ള മക്കൾ യേശു ക്രിസ്തുവിനെ കണ്ടെത്താനിടയായി. ചില പ്രയാസങ്ങളുള്ള കുടുംബമായിരുന്നു, സാമ്പത്തികമായിട്ടല്ല, എന്തോ ചില ഒരു ശാപം ഉണ്ടായിരുന്ന കുടുംബമായിരുന്നു. അവിടെ യേശുക്രിസ്തുവിൻ്റെ വചനം ചെന്നു. ഞാനിവിടെ വിവാഹം കഴിച്ചതിന് ശേഷം ആ ബന്ധം വന്നു. അതിനുശേഷം വചനം അവിടെ കടന്നു ചെന്നു. അതോടുകൂടി ആ ശാപം മാറി. മക്കളുണ്ടാകാത്ത കുടുംബത്തിൽ മക്കളുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. എല്ലാറ്റിനും പിന്നിലൊരു ദൈവമുണ്ട്, മറക്കരുത്. നിങ്ങൾ വിശ്വസിക്കൂ, എല്ലാറ്റിനും പിന്നിൽ ദൈവത്തിൻ്റെ കരമുണ്ട്. ഓരോ കാര്യവും ചെറുത് നിങ്ങൾ വിചാരിക്കേണ്ട, ഓരോ കാര്യവും എല്ലാറ്റിനും പിന്നിൽ ദൈവത്തിൻ്റെ കരമുണ്ട്. ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നുണ്ട്. വിശ്വസിക്കുക. യേശുക്രിസ്തുവിൻ്റെ കരം പ്രവർത്തിക്കുന്നു. യേശുക്രിസ്തു എന്നെ ഇതുവരെ നടത്തിക്കൊണ്ട് വന്നു. ദൈവിക നടത്തിപ്പ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 30-22 വാക്യങ്ങൾ. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുന്നുവെങ്കിൽ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിനെന്ന് ഒരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. സ്തോത്രം. എന്തൊരത്ഭുതം! നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുന്നുവെങ്കിൽ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിനെന്ന് ഒരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ഒരു ശബ്ദം നിങ്ങളെ കേൾപ്പിച്ച് നിങ്ങൾ നടത്തും. ഞങ്ങളങ്ങ് ശബ്ദം കേട്ടില്ലല്ലോ കർത്താവേ, ഞാൻ ശബ്ദം കേട്ടില്ലല്ലോ എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അങ്ങനെയാണല്ലോ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ കേൾക്കൂ, വിശ്വസിക്കൂ. ഒരു ശബ്ദം നിങ്ങൾ നടത്തുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങൾക്ക് വിശ്വസിക്കാം. ഒരു ശബ്ദം, കർത്താവിൻ്റെ ശബ്ദം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കൂടിയായിരിക്കും, ചിലപ്പോൾ വചനം കേൾക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ വചനം വായിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഒരു വ്യക്തിയായിട്ട് സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ തനിയിരിക്കുമ്പോഴായിരിക്കും. ദൈവികമായ ഒരു നടത്തിപ്പ് നിങ്ങൾക്ക് കിട്ടും. ദൈവിക നടത്തിപ്പ്. മരുഭൂമിയിൽ ദൈവിക നടത്തിപ്പ്. സ്തോത്രം. ദ ഡിവൈൻ ഗൈഡൻസ് ഇൻ ദ ഡെസേർട്ട്. മരുഭൂമിയിൽ ദൈവികമായ നടത്തിപ്പ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആഗ്രഹിക്കുമോ അങ്ങനെ നടത്തിപ്പ് കിട്ടാൻ? ഒരു കൊച്ചുകുട്ടി, അവൻ്റെ അപ്പൻ സുവിശേഷകനാണ്. അപ്പൻ ഒരു കൂട്ടായ്മ നടത്തുന്ന ആളാണ്. കൊച്ചുകുട്ടി അപ്പൻ പോകുന്ന കൂടെ അപ്പൻ്റെ കൂടെ അവനും പോകും. അവൻ നല്ല പ്രാർത്ഥന ഉള്ള കുട്ടിയാണ്, നല്ല വിശ്വാസമുള്ള കുട്ടിയാണ്, നല്ല ഉത്സാഹമുണ്ട്. അപ്പൻ ഓരോ വീട്ടിൽ ചെന്ന് ചിലരോട് സംസാരിക്കുകയും ട്രാക്റ്റ് കൊടുക്കുകയും വേദപുസ്തകം കൊടുക്കുകയൊക്കെ ചെയ്യും. യവനും ആ കൂടെ നടക്കും. ഒരു ദിവസം
രാവിലെ അപ്പം പറഞ്ഞു, ഇന്ന് വയ്യ, എനിക്ക് നല്ല നല്ല മഞ്ഞുള്ള ദിവസം, മോനെ എന്നെക്കൊണ്ട് വയ്യ, ഇന്നൊക്കെ പോകണ്ട. അപ്പം ഞാൻ പൊയ്ക്കോളാം. അപ്പൻ പറ്റില്ല, വേണ്ട ഞാൻ പൊയ്ക്കോളാം. വേണ്ട മോനെ, ഇന്ന് എന്നുള്ള ഈ മഞ്ഞുള്ള സമയത്ത് ഇറങ്ങി വല്ല അസുഖമൊക്കെ വരും, വേണ്ട പോകണ്ട. അവൻ പറഞ്ഞു, അപ്പം ഞാൻ പൊയ്ക്കോളാം, എനിക്ക് കുഴപ്പമില്ല കേട്ടോ, എനിക്ക് സന്തോഷമുള്ളൂ, ഞാൻ പൊയ്ക്കോളാം. അവൻ കുറച്ച് ട്രാക്ടറൊക്കെ എടുത്തുകൊണ്ട് അവൻ ഇറങ്ങി. അപ്പൻ വീട്ടിൽ തന്നെ ഇരിക്കുക. അവൻ പോയി ഒരു വീടിൻ്റെ വാതിൽക്കൽ ചെന്നു. എങ്ങനെയോ അവിടെ ചെല്ലാനാണ് തോന്നിയത്. വാതിൽക്കൽ മുട്ടി, തെരുതിൽ മുട്ടി, വാതിൽ തുറക്കുന്നില്ല. പിന്നെയും മുട്ടി, വാതിൽ തുറക്കുന്നില്ല. ഇത് ആളില്ലായിരിക്കുമോ? ശബ്ദമൊന്നും കേൾക്കാനുമില്ല. ഒന്നുകൂടി മുട്ടി, ഇല്ല. കുറച്ച് നേരം കാത്തുനിന്നിട്ട് പിന്നെയും ശക്തിയായിട്ട് ഇടിച്ചു വാതിലിൽ. ആരെങ്കിലും ഉണ്ടെങ്കിൽ തുറക്കണമെന്ന് വെച്ചു. അപ്പോൾ സ്ത്രീ വന്ന് വാതിൽ തുറന്നു. സ്ത്രീ വാതിൽ തുറന്ന് ചോദിച്ചു, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അല്ല, ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ്. യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു, ആ കാര്യം പറയാൻ വന്നതാണ്. ആ സ്ത്രീ ശ്രദ്ധിച്ചു. ഞാൻ യേശുക്രിസ്തുവിൻ്റെ വചനമുള്ള ഒരു ട്രാക്റ്റ് തരാനാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് ഇത് വായിക്കാം, ഇത് വായിച്ച് നിങ്ങൾക്ക് ആശ്വാസം കിട്ടും, സമാധാനം കിട്ടും. സ്ത്രീക്ക് സമാധാനമൊക്കെ ഉണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞല്ല പറയുന്നത്. വീണ്ടും പറഞ്ഞു, യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ ജീവിതം വിലയേറിയതാണ്, യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ട് അവൻ പോന്നു. പിറ്റേ ഞായറാഴ്ച കൂട്ടായ്മ കൂടിയപ്പോൾ അവൻ്റെ അപ്പനായി അന്ന് ശുശ്രൂഷ നടത്തുന്നത്. അന്ന് ഓരോരുത്തർക്ക് അനുഭവം പറയാൻ അവസരം കൊടുത്തു. പിറകിൽ നിന്നൊരു സ്ത്രീ എഴുന്നേറ്റു. എനിക്കൊരനുഭവം പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ജീവിതം നശിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. എൻ്റെ കഴുത്തിൽ ഒരു കയറിട്ടിട്ട് ഞാൻ ജനലിൻ്റെ മുകളിൽ കൊളുത്തിയിട്ട് ഞാൻ ചാടാനായിട്ട് ഒരു സ്റ്റൂളിട്ടിട്ട് അതിൽ കയറി നിന്നിട്ട് ചാടാനായിട്ട് ഞാൻ ഒരുങ്ങി ചെയ്തപ്പോൾ ആരോ വാതിൽക്കൽ തട്ടുന്നു. ഞാൻ ഇതിപ്പോൾ ആരാ വരുന്നത്? ഇല്ല, ചിലപ്പോൾ തുറക്കാൻ പോകുന്നില്ല, ഞാൻ ഏതായാലും ചാവാനിരിക്കുക, ഇനി തുറക്കുന്നില്ല. എനിക്ക് എത്ര വലിയ നിരാശയായിരുന്നു. അതുകൊണ്ട് ഞാൻ വാതിൽ തുറക്കാൻ ഇറങ്ങിയില്ല. പിന്നെയും മുട്ടുന്നു. പിന്നെ വല്ലാതെ ഇടിക്കുന്ന ശബ്ദം കേട്ടു. എന്നാൽ എന്നെ നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങി. ഞാൻ കഴുത്തിൽ നിന്ന് കുരുക്ക് മാറ്റി ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ ഒരു കൊച്ചുകുട്ടി, അവൻ എന്നോട് പറഞ്ഞു, യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞു. എനിക്കതൊരു അത്ഭുതമായി. എന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ ആ കൊച്ചുകുട്ടിയാണെങ്കിലും അവൻ നല്ല പ്രസന്നമായ മുഖത്തോടെ പറഞ്ഞു, യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുമെന്ന് പറഞ്ഞു. ക്രിസ്തു അയച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അവൻ എൻ്റെ കയ്യിലൊരു കടലാസ് തന്നു. ഞാനത് വായിച്ചപ്പോൾ, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെ അല്ല നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത് എന്നതിൽ എഴുതിയിരിക്കുന്നു. ഞാൻ അവിടെ മുട്ടുമടക്കി. വേറെ ആരും ഉണ്ടായിരുന്നില്ല, എൻ്റെ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. ഞാനവിടെ മുട്ടുമടക്കി. ഞാൻ ഏങ്കടിച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ മരിക്കേണ്ടിയിരുന്ന ആളായിരുന്നു, ഞാൻ മരിച്ചു പോകുമായിരുന്നു, ആത്മഹത്യ ചെയ്യാൻ ഞാൻ ഒരുങ്ങിയതാണല്ലോ. കർത്താവേ, നീ എന്നെ സ്നേഹിക്കുന്നു. എനിക്ക് മനസ്സിലായി കർത്താവേ, എൻ്റെ ജീവിതം ഞാൻ ഇതാ നിനക്ക് തരുന്നു, എന്നോട് ആയുസ് നിനക്ക് വേണ്ടി. അന്ന് കൊച്ചുകുട്ടി വന്ന് എനിക്ക് എന്നെ നിർബന്ധിച്ച് വാതിൽ തുറപ്പിച്ച് എന്നോട് സംസാരിച്ച വാക്കുകൾ മൂലം എനിക്ക് രക്ഷ കിട്ടി, ഞാൻ സമാധാനം അനുഭവിക്കുന്നു. അപ്പോൾ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്ന ആൾ മോൻ്റെ അടുക്കൽ ചെന്ന് അവനെ ചേർത്ത് പഠിച്ച് അവൻ്റെ നെറുകയിൽ ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, മോനെ, നിൻ്റെ അപ്പനേക്കാൾ നീ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിനായി തീർന്നല്ലോ, നന്നായി. ഞാൻ മടിച്ചിരുന്നപ്പോഴും നീ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയല്ലോ. സ്തോത്രം. ദൈവത്തിന് വലിയ നാമമഹത്വപ്പെടുന്നു. ദൈവം നടത്തിപ്പ്. ആ കൊച്ചുകുട്ടിയിൽ കൂടി ദൈവാത്മാവ് പ്രവർത്തിച്ചു. ആ കുട്ടി അവൻ കർത്താവിനോടുള്ള ഈ സ്നേഹത്തിൽ അവൻ ദൈവത്തിന് വേല ചെയ്യാനായിട്ട് അവൻ പോയതിൽ കൂടി ദൈവാത്മാവ് പ്രവർത്തിച്ചു. നിങ്ങൾക്ക് സാധിക്കും. ദൈവിക നടത്തിപ്പ്. ഈ മരുഭൂമിയിൽ ദൈവത്തിന് നടത്തിപ്പ് കിട്ടും. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നയിക്കുകയും നടത്തുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. വേണമോ നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിനെ? വേണമോ നിങ്ങൾക്ക് ഈ നടത്തിപ്പ്, ദൈവിക നടത്തിപ്പ്? ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളുടെ പിന്നാലെ വരുന്ന നിങ്ങൾക്ക് അനുഭവിക്കാം. ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് അത് അനുഭവിക്കാം. നിങ്ങളുടെ ജീവിതം യേശുക്രിസ്തുവിനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങുക. യേശുക്രിസ്തുവിനായ ജീവിതം വേർതിരിച്ചുകൊണ്ട് തുടങ്ങുക. ക്രിസ്തുവിനായി നിങ്ങളുടെ ഭാവി ഏൽപ്പിച്ചുകൊണ്ട് തുടങ്ങുക. നിങ്ങൾ വൈകുന്നേരം രാത്രി ഒന്ന് കിടക്കാൻ നേരത്ത് എല്ലാം ക്രിസ്തുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട്, എല്ലാം ക്രിസ്തുവിനെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ രാത്രി കിടന്നുറങ്ങുക.
ക്രിസ്തുവിൽ ആശ്രയിച്ചുള്ള ജീവിതം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളുണ്ട്, ഇല്ലെന്നല്ല, ഭാരങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അനേകം തെറ്റുകളും വീഴ്ചകളും വന്നിട്ടുണ്ട്. എല്ലാം മാറ്റിത്തരാൻ യേശു ക്രിസ്തു മതിയായവനാണ്. വിശ്വസിക്കുക, യേശു ക്രിസ്തു മതിയായവനാണ്. നാം ആരും തികഞ്ഞവരല്ല. ഞാനും തികഞ്ഞവനായിട്ടല്ല നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മനസ്സറിഞ്ഞൊരു പാപം വരികയിലും തീരുമാനമുണ്ട്. പക്ഷേ ഇപ്പോഴും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചില പ്രത്യേകതകൾ, ചില മനോഭാവങ്ങളിൽ പാവമില്ലേ ചിലപ്പോൾ ഞാൻ ചിന്തിക്കും. ദൈവത്തിന് സ്തോത്രം. ഓരോന്നോരോന്ന് ചിന്തിക്കുമ്പോൾ മനോഭാവത്തിൽ വരുന്നതായ പാവങ്ങൾ, ആറ്റിറ്റ്യൂഡ്, റിയാക്ഷൻസ്, ഇതിലെല്ലാം വരുന്ന പാവങ്ങൾ. ഭാഗ്യവശാൽ ആക്ഷൻസ്, പാവത്തിൻ്റെ പ്രവൃത്തി വരുന്നില്ല, അല്ലെങ്കിൽ പാവത്തിൻ്റെ വാക്കുകൾ വരുന്നില്ല. ഭാഗ്യവശാൽ പാവത്തിൻ്റെ യാതൊരു ചെയ്തികളും വരുന്നില്ല. പക്ഷേ ആറ്റിറ്റ്യൂഡിൽ, മനോഭാവത്തിൽ ഇന്നും ഒരുപക്ഷെ എൻ്റെ സ്വയം ഇല്ലേ, ഞാൻ ചിന്തിക്കുന്നു, ഞാൻ അതെല്ലാം തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നു. കർത്താവിന് സ്തോത്രം. നാം ആരും തികഞ്ഞവരല്ല. എന്നാൽ എല്ലാ പാപവും എല്ലാ ശാപവും മാറ്റി തരുന്ന ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുമോ? ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതം തുറന്നു കൊടുക്കുമോ? കർത്താവേ, ഈ നിരാശമുറ്റിയ ജീവിതത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. യേശുവേ, ഹൃദയം തകർന്നിരിക്കുന്ന എൻ്റെ ഉള്ളത്തിലേക്ക് യേശുവേ നീ കടന്നു വരണമേ. ഭാവിയെ നോക്കിയിട്ട് ഒരു പ്രതീക്ഷയില്ലാത്ത ജീവിതത്തിലേക്ക് യേശുവേ നീ കടന്നു വരണമേ. മനോഭാരത്തിൽ ആകുലപ്പെട്ട് വലയുന്ന എൻ്റെ ജീവിതത്തിലേക്ക് യേശുവേ നീ കടന്നു വരണമേ. നിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് എന്നെ നീ മുഴുവനായി കഴുകണമേ കർത്താവേ. പാപങ്ങളെല്ലാം കഴുകണമേ. അനേകം പാപങ്ങൾ വന്നുപോയി കർത്താവേ, അനേകം തിന്മകൾ വന്നുപോയി. എല്ലാം കഴുകി തരണമേ. നിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നടത്തണമേ. പരിശുദ്ധാത്മാവ് നടത്തിയപ്പോൾ ഈ മരുഭൂമി എനിക്ക് തരണമേ. എൻ്റെ കർത്താവ്, ഈ മരുഭൂമി പ്രയാണത്തിൽ പരിശുദ്ധാത്മാവ് നടത്തിയപ്പോഴുകൂടി ഞാൻ സമാധാനം അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങൾ തന്നെ സമർപ്പിക്കൂ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ മുന്നേ പോകുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവൻ നടത്തിപ്പ് തന്ന് ഞങ്ങൾ ഈ മരുഭൂമിയിൽ കൂടി നടത്തുന്നതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവ് മേഘം പോലെ ഞങ്ങൾക്ക് മീതെ തണൽ വിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ആകുലങ്ങളും അനേകം ഭാരങ്ങളും സങ്കടങ്ങളും ഉള്ള ഈ ലോക ജീവിതത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് ആശ്വാസവും തണുപ്പും കുളിർമയും തരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ കടന്നു വരണമേ. ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ. അതായി മക്കളുടെ മേൽ തർക്കരം വയ്ക്കണമേ. എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. എല്ലാവരെയും കൃപയിൽ കാക്കണമേ. കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപമൊക്കെ ശുദ്ധീകരിക്കുന്നതെന്ന് അനുഭവിക്കാനും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വേണ്ടി കാത്തിരിപ്പാനും ഓരോരുത്തരെയും ഒരുക്കണമേ. എല്ലാ നന്മകളിൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.